ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അനുപമ വിനയൻ്റെ സ്വഭാവത്തിൽ നല്ല മാറ്റമുണ്ടെന്ന് ചീരുവിനോട് വെളിപ്പെടുത്തരുത് കേട്ടോ. ഇത് കേൾക്കുന്ന ചീരു പറയണേ, നിങ്ങൾ വിചാരിക്കുന്നത് പോലെയല്ല അയാൾ എത്ര കാലം വേണമെങ്കിലും ഈ നല്ല സ്വഭാവത്തിൽ പെരുമാറും. പക്ഷേ അയാളിലോട്ട് ഞാനങ്ങ് എത്തിക്കഴിഞ്ഞാൽ വിനയൻ എന്ന ആ ഒരു കുബുദ്ധിക്കാരനെയും വിനയൻ എന്ന ആ ദുഷ്ടൻ്റെയും സ്വഭാവം പുറത്തു വരുമെന്ന് പറയുന്നിട്ടോ. ഇത് കേൾക്കുന്ന അനുപമ പോലും ഞെട്ടിപ്പോവാണ്. ഇതേ സമയം ചീരി പറയുന്നുണ്ട്, ആര് എന്തൊക്കെ എന്നോട് പറഞ്ഞാലും വിനയനുമായി ഇനി എനിക്കൊരു ജീവിതമില്ല. വിനയൻ പഴയ വിനയൻ തന്നെ ആവും ഞാനും എൻ്റെ മക്കളും അയാളിലോട്ട് എത്തിക്കഴിഞ്ഞാൽ. അതുകൊണ്ട് ഇത്തവണ അയാൾ മാറ്റിപ്പിടിച്ചിരിക്കുന്നത് പോലീസ് സർട്ടിഫിക്കറ്റും അതുപോലെ ദാസങ്ങളും രഘുവേട്ടൻ്റെ ഇടയിലും ഇടം പിടിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും ഞാൻ അയാളുടെ കൂടെ പോകുമെന്നാണ്. പക്ഷേ ഈ ചീരു ഒരിക്കലും ഇനി എനിക്കൊരു ജീവിതമുണ്ടെങ്കിൽ അയാളുമായി ഞാനൊരു ജീവിക്കില്ല, എൻ്റെ മക്കൾക്ക് വേണ്ടി മാത്രം ജീവിക്കുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയണേട്ടോ. അപ്പോൾ ഇതേ സമയം അനുപമക്ക് പോലും പേടിയാവാണ്. ചീരു വിനയനെക്കുറിച്ച് ആ കാര്യങ്ങൾ പറയുമ്പോൾ കേട്ടോ. എന്നിട്ട് ചീരു പറയണേ, ദയവ് ചെയ്ത് അനുചേച്ചി ഇനി മേലാൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞ് എൻ്റെ മുന്നിലോട്ട് വരരുത്. കാരണം അയാളെന്ന വ്യക്തിയുടെ ആ ഒരു പേര് കേൾക്കുമ്പോൾ തന്നെ എൻ്റെ മനസ്സമാധാനം പോവുകയാണ്. എനിക്ക് പിന്നീട് സ്വസ്ഥത കിട്ടുന്നില്ല. അയാൾ എന്ന ആ വ്യക്തിയുടെ പേര് മറക്കാൻ ശ്രമിക്കുകയാണ്. അയാൾ എങ്ങനെ മാറിയാലും എന്നിലോട്ട് അത് ആരും പറയണ്ട. ഞാൻ അയാളുമായി ജീവിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ ഉടൻ തന്നെ നമ്മുടെ അച്ഛൻ്റേതും കൂടി നീ ആലോചിക്കണ്ടേ. അത് കേൾക്കുന്ന ചീരി പറയണം, അച്ഛനോട് ഞാൻ പറഞ്ഞോളാം. കാരണം അയാളുടെ അടുത്ത് പോയി ജീവിക്കുന്നത് ഞാനാണ്, അച്ഛനല്ല. നിങ്ങൾക്കെല്ലാവർക്കും എന്നെ ഉന്തിത്തള്ളി വിടാം. ഒരു വട്ടം ഉന്തിത്തള്ളി വിട്ടതിൻ്റെ ഗുണമാണല്ലോ ഈ രഘുവേട്ടനും അമ്പിളി ചേച്ചിയൊക്കെ പറഞ്ഞിട്ട് പോയതാണല്ലോ ഇപ്പോൾ എൻ്റെ വയറ്റിൽ കിടക്കുന്നത്. അതുകൊണ്ട് ഇനി മേലാൽ ആര് പറഞ്ഞാലും ഞാൻ പോവില്ല. ചീരുവിൻ്റേതായ അഭിപ്രായമേ എടുക്കുകയുള്ളൂ എന്ന് പറയുന്നിട്ടാണ്. അങ്ങനെ വിനയൻ്റെ മാറ്റം ഇവരെല്ലാവരും അംഗീകരിച്ച് നിൽക്കുമ്പോൾ വിനയനാണെങ്കിലോ വിനയനെ പേടിപ്പെടുത്തുന്ന ദുസ്വപ്നങ്ങൾ ഇങ്ങനെ കണ്ടുകൊണ്ട് തുടങ്ങണം കേട്ടോ. കുറേ ലോബേഴ്സുകൾ തമ്മിലിങ്ങനെ കൊത്തുകൂടുന്നതും തൻ്റെ ജീവിതത്തിൽ ആരും ഉണ്ടാവില്ല, താൻ ഒറ്റപ്പെട്ടു പോകുന്നതുമായ ആ ഒരു തോന്നൽ വിനയനുള്ളിൽ വരികയാണ് കേട്ടോ. അങ്ങനെ വിനയൻ ഞെട്ടലോടുകൂടി എണീക്കുകയാണ്. ഇതേ സമയം വിനയനെ ആണെങ്കിലോ ഇങ്ങനെ ദേഷ്യത്തോടു കൂടി ഇങ്ങനെ നോക്കുന്നുണ്ട്. തനിക്ക് ഇനി പലതും ചെയ്തു കൂട്ടാനുണ്ട് എന്ന ആ ഭാവത്തോടു കൂടിയിട്ടാണ് കേട്ടോ. അങ്ങനെ വിനയൻ തന്നെയാണ്. ഒരിക്കലും വിനയൻ നല്ലൊരു കഥാപാത്രത്തിലോട്ട് വിനയൻ വരില്ല കേട്ടോ. എന്നാൽ ഈ സമയം ഇപ്പുറത്താണെങ്കിലോ പിറ്റേ ദിവസം രാവിലെയായി. രാഹുലത്തിന് മുന്നേ കന്യാശ്ശേരി മനയിലോട്ട് എത്തണം. അതുകൊണ്ട് തന്നെ അച്ഛൻ വന്ന് പറയണേ, എല്ലാവരും ഡ്രസ്സ് മാറ്റിക്കൊള്ളു, പോവാൻ ഒരുങ്ങുക എന്നൊക്കെ ഇങ്ങനെ പറയണേട്ടാ. അപ്പോൾ ഇതൊക്കെ കേട്ട് മഞ്ചാടിയും ദയയും വളരെ സന്തോഷവതികളാണ്. രണ്ടുപേരും വളരെ സന്തോഷത്തോടു കൂടി കന്യാശ്ശേരി മനയിലോട്ട് പോകാൻ ഒരുങ്ങാനേട്ടോ. ഇതേ സമയം ദയ പറയുന്നുണ്ട്, ഈശ്വര എനിക്ക് ഈ വീട്ടിൽ നിന്നൊന്ന് ഇറങ്ങിക്കിട്ടാൻ വേണ്ടി, ഈ നാശം പിടിച്ച വീട്ടിൽ താമസിക്കും തോറും ജീവിതത്തിൽ എന്നും ബുദ്ധിമുട്ടും വിഷമങ്ങളാണ്. ഇനി ഈശ്വര ഈ നാശം പിടിച്ച വീട്ടിലോട്ട് തിരികെ വരാതിരുന്നാൽ മതിയായിരുന്നു എന്നൊക്കെ ഇങ്ങനെ ദയ പറയുന്നത് മാഷ് കേൾക്കാനിട്ട. അങ്ങനെ തൻ്റെ മകളുടെ ആ ഒരു മാറ്റം, അതായത് വിനയനേക്കാൾ വലിയൊരു സൈക്കോ ആയാണ് തൻ്റെ മകൾ വരുന്നതെന്ന് മാഷിൻ്റെ ഉള്ളിൽ പേടി വരികയാണ് കേട്ടോ. ഇതേ സമയം മഞ്ചാടി ഇത് കേട്ട് വരികയാണ്. അങ്ങനെ മഞ്ചാടി പറയണേ, എൻ്റെ ദയേച്ചി ഇങ്ങനെയൊന്നും പറയാതെ, നമ്മുടെ അമ്മയുള്ള വീടാണ്, നമ്മുടെ അമ്മയുടെ ഓർമ്മകളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ആ അമ്മയാണ് നമുക്ക് ഈ സൗഭാഗ്യം തന്നത്. അതൊക്കെ ശരിയാണ്, അമ്മ തന്നെയാണല്ലോ സൗഭാഗ്യങ്ങളൊക്കെ തരുന്നത്. വേറെ ആരെ കൊണ്ട് ഒരു ഗുണമില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, വേറെയുള്ളവരുടെ ഓർമ്മകൾ ഇല്ലാതിരിക്കാൻ ആ കന്യാശ്ശേരി മനയിൽ തന്നെ നിൽക്കാനുള്ള ആ ഒരു ഭാഗ്യം എനിക്ക് കിട്ടട്ടെ എന്നൊക്കെ ഇങ്ങനെ പറയണം കേട്ടോ. ഈ നാശം പിടിച്ച വീട്ടിൽ നിന്ന് ഒരു സ്വസ്ഥതയും സമാധാനവും കിട്ടിയിട്ടില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നത് അമ്പിളി കേൾക്കണം കേട്ടോ. എടി നീ എന്താടി പറയുന്നത്? നമ്മുടെ അച്ഛൻ നമുക്ക് എന്ത് സൗഭാഗ്യമാടി നിനക്ക് തരാതിരുന്നത്? അത് കേൾക്കുന്ന രഘുവും പറയണേ, ദയെ ഒരിക്കലും അങ്ങനെയൊന്നും പറയരുത്. അത് കേട്ട ഉടനെ വീണ്ടും ദയക്ക് ദേഷ്യം പിടിക്കാൻ കേട്ടോ. ഇവിടെ യാതൊരുവിധ സ്വസ്ഥതയും സമാധാനവും ആരും എനിക്ക് തരില്ല, ഇതാണ് ഇവിടുത്തെ പ്രശ്നം എന്നൊക്കെ പറയുന്നു കേട്ടോ. എന്നാൽ ഈ സമയം മാഷ് പറയണേ, രഘു ഇനി അധികം വൈകിക്കണ്ട, രാഹുലത്തിന് മുന്നേ തമ്പായി അവിടെ എത്താനല്ലേ പറഞ്ഞിരിക്കുന്നത്, അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ഇറങ്ങാമെന്ന് പറയുന്നു കേട്ടോ. ഇതേ സമയം ചീരവും വളരെ സന്തോഷവതിയായി തന്നെ അവിടെ നിന്നും ഇറങ്ങാണ്. എന്നാൽ എല്ലാവർക്കും സന്തോഷം വരികയാണ്. തൻ്റെ ജീവിതത്തിൽ ആകെ മാറ്റങ്ങൾ വന്നു എന്ന ആ ഒരു ഇതോടുകൂടിയാണ് അമ്പിളിയും അനുപമയും നടക്കുന്നത്. ഇന്ദ്രന് മാറ്റം വന്നിരിക്കുന്നു, അതുപോലെ വിനയന് മാറ്റം വന്നിരിക്കുന്നു. ഇനി ശബരിയും ദയയെ തേടി വരും എന്നൊക്കെ ഒരു ആശ്വാസം
വിശ്വാസത്തിലാണ് കേട്ടോ. കന്യാശ്ശേരി മനയിലോട്ട് മാറുമ്പോഴേക്കും നമ്മുടെ ജീവിതത്തിലൊക്കെ പച്ച പിടിക്കാനിരിക്കുന്നു എന്ന ആ ഒരു ഇതോടുകൂടിയാണ് എല്ലാവരും പോകുന്നത്. പക്ഷേ ഇപ്പുറത്താണെങ്കിൽ സുശീല ഇനി അനുപമയെ ആ ഒരു കീഴിലാക്കാനുള്ള ആ പരിപാടിയാണ്. അനുപമയെ ഇനി വേണം, മാഷിനെയും ഇനി വേണം, ഇനി ഹർഷയെ വേണ്ട. അതാണ് കേട്ടോ സുശീലയുടെ തീരുമാനം. അങ്ങനെ സുശീല ഇന്ദ്രനോട് പറയണേ, എടാ നീ ഇവിടെ ഇങ്ങനെ നിൽക്കാതെ നീ പെട്ടെന്ന് അവർ ആ കന്യാശ്ശേരി മനയിലോട്ട് എത്തുന്നതിന് മുന്നേ നീയും പോവാൻ നോക്ക്, വേണമെങ്കിൽ ഞാനും കൂട്ടിന് വരാം. അത് കേൾക്കുന്ന ഇന്ദ്രൻ പറയണ, അത് വേണ്ട അമ്മേ, ആദ്യമായി അവർ വരുന്നതല്ലേ, പിന്നീട് പോവാമെന്ന് പറയണേ. എന്നാൽ നീ പോവാൻ നോക്ക്, സത്യന് നല്ലൊരു ജീവിതം കിട്ടി, എന്നാൽ നിനക്കൊരു ജീവിതം കിട്ടണം എന്നുണ്ടെങ്കിൽ ആ സ്വത്തുക്കളല്ല ആ രഘുവും മറ്റുള്ളവരും കൈയടക്കുന്നതിന് മുന്നേ ആ മാഷിൻ്റെ കൈകളിൽ നിന്ന് നീ അത് കൈയടക്കാൻ നോക്ക്. കാരണം മാഷെന്ന് പറയുന്നത് നന്മ കൂടുതലല്ലേ, ഒരു നന്മമരമാണല്ലോ. അയാൾ അതും എല്ലാവർക്കും എടുത്തു കൊടുക്കും. അയാൾക്കാണെങ്കിലോ കുറച്ച് സ്നേഹവും പെരുമാറ്റമൊക്കെ കൂടുതൽ ആ രഘുവിനാണ്. അതുകൊണ്ട് എങ്ങനെയെങ്കിലും പെട്ടെന്ന് ആ സ്വത്തുക്കൾ നിൻ്റെ പേരിലാക്കാൻ നോക്ക് എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നു കേട്ടോ. അപ്പോൾ ഇതെല്ലാം കേട്ട് ഇന്ദ്രനും അത് തെറ്റില്ല എന്നിങ്ങനെ തോന്നണം. അങ്ങനെ ഇന്ദ്രനോട് പറയണേ, നീ അവളുടെ ഒപ്പം താമസിച്ചോ, അനുപമയുടെ കൂടെ ആ വീട്ടിൽ നിന്നോ, വിച്ചുമോനും ഇടയ്ക്കിടയ്ക്ക് കാണാൻ പോയിക്കോ. ഇങ്ങോട്ടേക്ക് വന്നാലല്ലേ ഹർഷ നമ്മളെ നക്കിക്കൊല്ലലും കുത്തിക്കൊല്ലലൊക്കെ ഉണ്ടാവുള്ളൂ. എന്നാൽ നീ അവിടെ പോയി കഴിഞ്ഞാൽ അങ്ങനെയൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് എൻ്റെ മോൻ പറയുന്നത് കേൾക്ക്, പെട്ടെന്ന് പോവാൻ നോക്കുക എന്ന് പറയുന്നത് കേട്ടോ. ഇതേ സമയം ഇന്ദ്രനെ തള്ളി പറഞ്ഞയക്കുന്നത് സോനക്കാണാണ്. അല്ല ഇന്ദ്രേട്ടൻ എങ്ങോട്ടാണ്? അത് അനുവിൻ്റെ അടുത്തോട്ടാണ്. അനു ചേച്ചി ഇന്നലെ ഇവിടെ വന്നതല്ലേ, പിന്നെ എന്തിനാ ഇന്ദ്രേട്ടൻ പോകുന്നത്? അതെന്തിനാടി നീ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെടുന്നത് എന്നിങ്ങനെ സുശീല പറയണം കേട്ടോ. അപ്പോൾ ഇത് കേൾക്കുന്ന സോനയ്ക്ക് കാര്യങ്ങൾ മനസ്സിലായി. തൻ്റെ അമ്മ അനുപമയുടെ അടുത്ത് പണമുണ്ടെന്ന് കരുതിയപ്പോൾ ഇപ്പോൾ ഇന്ദ്രനെ തള്ളിപ്പറഞ്ഞേക്കാൻ എന്തൊരു ഇൻട്രസ്റ്റ് ആണ്. അപ്പോൾ ഉടൻ തന്നെ അവിടെ സോന ചോദിക്കുകയാണ്, എന്തിനാ അമ്മ വെറുതെ ഇപ്പോൾ ഇന്ദ്രേട്ടനെ അങ്ങോട്ടേക്ക് പറഞ്ഞയക്കേണ്ട ആവശ്യം? അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അനുചേച്ചി ഇന്നലെ ഇവിടെ വന്നതല്ലേ, അങ്ങനെ ഇപ്പോൾ അനുചേച്ചിയെയും കുഞ്ഞിനെയും കാണാനാണെങ്കിൽ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടു വന്നോട്ടെ എന്ന് പറഞ്ഞു കൊടുത്തില്ല. അതെന്താ വേണ്ടെന്ന് എൻ്റെ മകൻ ചെയ്തോളൂ, നീ ഇപ്പോൾ ഒന്ന് വായടക്കി ഇരുന്നേ, നീ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ ഇടപെടണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് ദേഷ്യം പിടിക്കാനായിട്ട്. എനിക്ക് മനസ്സിലായി, പണം ഏത് ഭാഗത്തു കൂടെയാണ് പറക്കുന്നതെന്ന് കണ്ട എൻ്റെ അമ്മ ആ ഭാഗത്തോട്ട് ചെരിയല്ലോ. ഇനിയിപ്പോൾ ഹർഷയായിരിക്കൂലേ ഇനി അമ്മയുടെ ശത്രു എന്ന് സോന ചോദിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഇനി ഹർഷ ഇനി കോട്ടാക്കോട്ടിയാവാൻ പോവാണ്. ഇന്ദ്രൻ ഇങ്ങനെ അനുപമയുടെ ഒപ്പം താമസിച്ചോ എന്നൊക്കെ പറയുമ്പോൾ ഹർഷ തൻ്റെ സ്വഭാവം യഥാർത്ഥത്തിൽ പുറത്തെടുക്കും. അതോടുകൂടി ഇനി സുശീലയുടെ മനസ്സമാധാനം പോവാണ് കേട്ടോ. അങ്ങനെ ഹർഷയെ സുശീലയ്ക്ക് നന്നായി പേടിയുണ്ട്. അതുകൊണ്ട് തന്നെ സുശീലയുടെ കുടുംബം തകർക്കുന്ന പരിപാടി തന്നെയായിരിക്കും ഇനി ഹർഷ ചെയ്യുക. കാരണം ഇന്ദ്രനെ പ്രസവം കഴിഞ്ഞാൽ തൻ്റെ കൈക്കുള്ളിലാക്കി രവിയെ അങ്ങ് തട്ടിക്കളയാം എന്നൊക്കെയാണ് ഹർഷ മനസ്സുകൊണ്ട് തീരുമാനിച്ചിരിക്കുന്നത്. അതൊന്നും സുശീലയ്ക്ക് അറിയില്ലല്ലോ. ഇനി വരാനിരിക്കുന്നതും അതുതന്നെയാണ്. ഇനി ഇന്ദ്രൻ്റെ മനസ്സമാധാനമൊക്കെ പോവാണ്. സത്യങ്ങൾ അറിയുന്ന അനുപമ ഇന്ദ്രനെ ഇനി ഒരിക്കലും സ്വീകരിക്കില്ല കേട്ടോ. ഇങ്ങനെ ഹർഷയുടെ വയറ്റിൽ ഇന്ദ്രൻ്റെ കുഞ്ഞാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് അനുപമ ഇന്ദ്രൻ്റെ നേർക്ക് തിരിഞ്ഞു നോക്കുക പോലും ചെയ്യില്ല. അങ്ങനെ സുശീലയും ഇന്ദ്രനും കാല് പിടിക്കാൻ മാഷിൻ്റെയും അമ്പിളിയുടെ ഒക്കെ അടുത്തോട്ട് വരുന്ന ആ ഒരു സീനുകളൊക്കെ ഇനി വരാനിരിക്കുന്നുണ്ട് കേട്ടോ.